20 വർഷം. ഒരു മനുഷ്യൻ സ്വന്തം അമ്മയെ കാണാതെ സ്വന്തം നാട്ടിലേക്ക് വരാൻ കാത്തിരുന്ന വർഷം ഇന്ന് ആ കാത്തിരിപ്പിന് അവസാനം വന്നു. സൗദി അറേബ്യയിലെ ജയിലിൽ 20 വർഷം കഴിഞ്ഞ അബ്ദുൾ റഹീം ഒടുവിൽ നാട്ടിലെത്തി. എന്തായിരുന്നു അബ്ദുൾ റഹീമിന്റെ കഥ? എങ്ങനെ മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു? എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ അദ്ദേഹത്തിനായി ഒന്നായത്? ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കോഴിക്കോട്ടുകാരനായ അബ്ദുൾ റഹീം നല്ലൊരു ജീവിത സ്വപ്നം കണ്ടാണ് സൗദിയിലേക്ക് പോയത്. പല പ്രവാസികളെയും പോലെ കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകണമെന്ന ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ 2026 അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി മാറിമറിഞ്ഞു. ജോലിക്കിടെ ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹം പരിചരിച്ചിരുന്ന ഒരു സൗദി ബാലൻ മരണപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് അബ്ദുൾ റഹീം അറസ്റ്റിലായി. ഒരു നിമിഷം കൊണ്ട് സ്വപ്നങ്ങൾ തകർന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ജയിലിനുള്ളിലായി. വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം അബ്ദുൾ റഹീമിന് മരണശിക്ഷ വിധിക്കപ്പെട്ടു. ഈ വാർത്ത കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളിലും വലിയ ആശങ്ക സൃഷ്ടിച്ചു. അമ്മ ഓരോ ദിവസവും മകന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചു. സാമൂഹിക പ്രവർത്തകരും നിയമസഹായ സംഘങ്ങളും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമം തുടങ്ങി. അപ്പോൾ ഒരു വലിയ വെല്ലുവിളി മുന്നിലുണ്ടായിരുന്നു: ബ്ലഡ് മണി. ഇത് സാധാരണ ഒരു കുടുംബത്തിന് കണ്ടെത്താൻ കഴിയാത്ത തുകയായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് അത്ഭുതമായിരുന്നു. കേരളത്തിൽ നിന്നും മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, അമേരിക്കയിൽ നിന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചു. ചെറിയൊരു തുക മുതൽ വലിയ സംഭാവനകൾ വരെ ആളുകൾ നൽകി. ഇങ്ങനെ ഏകദേശം 34 കോടി രൂപ സമാഹരിക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ കൈകോർത്തു. ഇതൊരു വ്യക്തിയുടെ കഥ മാത്രമല്ല, മലയാളികളുടെ ഐക്യത്തിന്റെ കഥ കൂടിയായിരുന്നു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ മോചന വാർത്തയെത്തി. അബ്ദുൾ റഹീം ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഒരുങ്ങി. കേരളത്തിലെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമായിരുന്നു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരും അദ്ദേഹത്തിന്റെ വരവേൽക്കാൻ കാത്തിരുന്നു. എന്നാൽ ഏറ്റവും വികാരഭരിതമായ നിമിഷം മറ്റൊന്നായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം അമ്മയും മകനും കണ്ടുമുട്ടിയ നിമിഷം. ആ കാഴ്ച കണ്ടവർ കണ്ണുനീർ പിടിക്കാനായില്ല. ഒരമ്മയുടെ കാത്തിരിപ്പ് ഒടുവിൽ അവസാനിച്ചു. അബ്ദുൾ റഹീമിന്റെ കഥ നമ്മെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടായാലും ഒരു ദിവസം അത് പരിഹാരം വരാം. അതുപോലെ മനുഷ്യരുടെ ഐക്യം എത്ര ശക്തമാണെന്നും ഈ സംഭവം തെളിയിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുൾ റഹീമിന് പുതിയൊരു ജീവിതം ആരംഭിക്കാനാണ് ഇനി കഴിയുക. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകളും കഥകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.